ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കാണുന്ന എൻ്റർടൈൻമെൻറ്റ് ജോൺറ ഏതാണെന്ന് ചോദിച്ചാൽ എന്തുത്തരമായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക? കുറച്ചു പേരുടെയെങ്കിലും ചിന്തയിലേക്ക് സിനിമ എന്ന് കടന്നു വന്നാൽ അത് തെറ്റാണ്. കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം സീരിയലുകളാണ്. മലയാള സിനിമകൾ നിലവാരത്തിൻ്റെയും കണ്ടൻറ് ക്വാളിറ്റിയുടെയും കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒട്ടേറെ മുന്നിലായിരുന്നെങ്കിലും അർഹിച്ച പരിഗണന നേടിത്തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. നമ്മുടെ സിനിമകൾ അവയുടെ വളരെ റോയും നാച്ചുറലും എന്നാൽ അതിലുപരി റെസ്പോൺസിബിളുമായ നിർമ്മാണ മികവ് കൊണ്ട് ഉയരങ്ങളിലെത്തിയ വർഷങ്ങളായിരുന്നു ഈ കഴിഞ്ഞത്. എന്നാൽ മലയാള സിനിമ അതിർത്തികൾ കടന്ന് ഒരു മാതൃകയായി മാറുമ്പോഴും അതിന് നേരെ വിപരീതമായി ദിവസം തോറും അധപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി സീരിയലുകൾ മാറിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായും ഒരു സംശയം തോന്നാം, സീരിയലുകളെയൊക്കെ ഇത്രത്തോളം ചർച്ച ചെയ്യേണ്ടതുണ്ടോ? അതൊക്കെ ഒരു നേരം പോക്കായി മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെ. എന്നാൽ സീരിയലുകളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യകത എന്തുമാത്രമുണ്ടെന്ന് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വെച്ചാണ് നമ്മൾ കണക്കാക്കേണ്ടത്. സീരിയലുകൾ കാണുന്നവർ മാത്രമല്ല, കാണുന്നവർക്ക് ചുറ്റുമുള്ളവരെയും അത് ബാധിക്കാം എന്നത് ഈ ഇമ്പാക്റ്റിൻ്റെ തോത് വല്ലാതെ കൂട്ടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് നടൻ പ്രേംകുമാർ സീരിയലുകളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. പ്രേംകുമാറിൻ്റെ അഭിപ്രായത്തെ കുറ്റപ്പെടുത്താനും നിശബ്ദനാക്കാനുമാണ് സീരിയൽ ഇൻഡസ്ട്രിയും അതിലെ അംഗങ്ങളും ശ്രമിച്ചത്. ശരിക്കും സിനിമകളുമായി കമ്പയർ ചെയ്ത് സീരിയലുകൾക്ക് ഒരു ലീനിയൻസി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് മനസ്സിലാക്കാൻ സിനിമയും സീരിയലും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും സീരിയൽ എങ്ങനെയാണ് കൂടുതൽ അപകടകാരിയാകുന്നതെന്നും കാണണം. സിനിമകളെ അപേക്ഷിച്ച് സീരിയലുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് 2-3 ഇരട്ടിയാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം സിനിമകൾ പോലെ സീരിയലുകൾക്ക് സെൻസർഷിപ്പ് ഇല്ല എന്നുള്ളതാണ്. ഒരു സിനിമയിൽ സൊസൈറ്റിയെ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ സെൻസർ ചെയ്യപ്പെടുകയോ പ്രായപരിധി നിശ്ചയിച്ച് മാത്രം പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകുകയുമാണ് ചെയ്യാറുള്ളത്. എന്നാൽ സീരിയലുകളിൽ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനിങ് നടക്കുന്നില്ല. എന്താണോ ഒരു ഡയറക്ടർ പടച്ചുവിടുന്നത് അത് ഒരു ഫിൽറ്ററും ഇല്ലാതെ അങ്ങനെ തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നു. എന്നാൽ ടോക്സിസിറ്റി സീരിയലുകളിൽ മാത്രമാണോ ഉള്ളത്? സോഷ്യൽ മീഡിയയിൽ ആളുകൾ ടോക്സിസിറ്റി കാണുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങളുണ്ടാകും. സോഷ്യൽ മീഡിയയിൽ ടോക്സിസിറ്റി ഉണ്ട്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ടോക്സിസിറ്റി ഉണ്ടെന്നുള്ളത് സീരിയലുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എക്സ്ക്യൂസ് ചെയ്യാനുള്ള കാരണമല്ല. കൂടാതെ സോഷ്യൽ മീഡിയയിലെ ടോക്സിസിറ്റി സോഷ്യൽ മീഡിയയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു പരിസരമുണ്ട്. എന്നാൽ സീരിയലുകൾക്കെതിരെ അത്തരത്തിലൊരു സ്ക്രൂട്ടിനി നടക്കുന്നില്ല എന്നുള്ളത് ദിനം പ്രതി വഷളായി വരുന്ന ചില സീരിയലുകൾ തെളിയിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, അമിതമായ വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമ കാണേണ്ട എന്നെനിക്ക് തീരുമാനിക്കാം. അതിഷ്ടമുള്ളവർക്ക് കാണുകയുമാവാം. എന്നാൽ സീരിയലുകൾ അത്തരമൊരു ചോയ്സ് നൽകുന്നില്ല. സീരിയലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഒരു വീട്ടിലെ ഏറ്റവും ഡൊമസ്റ്റിക്കായ ഒരു സ്പേസിലായിരിക്കും. വീട്ടിലെ അംഗങ്ങൾ എപ്പോഴും കൂടിച്ചേരുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരിടം. അവിടെ സീരിയലുകൾ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് പോലും താല്പര്യമില്ലെങ്കിൽ കൂടി അത് കാണുകയോ അല്ലെങ്കിൽ കേൾക്കേണ്ടി വരികയോ ആണ് ചെയ്യുക. സീരിയലുകളുടെ ലെങ്താണ് മറ്റൊരു പ്രധാന പ്രശ്നം. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയാനാകില്ലെങ്കിലും വർഷങ്ങളോളം വലിച്ചു നീട്ടി പ്രദർശിപ്പിക്കുന്ന സീരിയലുകളെ അപേക്ഷിച്ച് അത്തരം ഇൻഫ്ലുവൻസിൻ്റെ തോത് കുറവാണ്. സിനിമകൾ ഏതെങ്കിലും ഒരു പ്ലോട്ട് ലിമിറ്റഡ് ടൈമിൽ അവതരിപ്പിക്കുമ്പോൾ സീരിയലുകൾക്ക് കൃത്യമായ ഒരു പ്ലോട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന്, നിരന്തരം ആക്രോശം നിറഞ്ഞ നിലവാരമില്ലാത്ത അബ്യൂസീവായ വാചകങ്ങളും വാക്കുകളുമാണ് ചില സീരിയൽ കഥാപാത്രങ്ങൾ പറയുക. ഇത് സ്ഥിരമായി കേൾക്കുന്ന ആളുകൾ അത്തരം സംഭാഷണ ശൈലികൾ ഇൻറ്റേർണലി നോർമലൈസ് ചെയ്യുകയും അവരറിയാതെ അത്തരം മോശം വാചകങ്ങളും വാക്കുകളും അവരുടെ സംഭാഷണങ്ങളിൽ കടന്നു വരികയും ചെയ്യുന്നു. മറ്റൊരു തരത്തിലും ഇത് സംഭവിക്കാറുണ്ട്. നായക കഥാപാത്രങ്ങളെ വളരെ നന്മമരങ്ങളായി അവതരിപ്പിക്കുകയും അവരെ കൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ തൻ്റെ വ്യക്തിപരമായ ആശയങ്ങളും വിശ്വാസങ്ങളും വിശ്വസത്യങ്ങൾ എന്ന മട്ടിൽ പറയിപ്പിക്കാറുണ്ട്. സീരിയലുകളിലെ കഥാപാത്രങ്ങൾ സിനിമകളേക്കാൾ കൂടുതൽ ഒരു വ്യക്തിയോട് അടുത്ത് നിൽക്കുന്നവരാണ്. വളരെ നീണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ട് സൃഷ്ടിക്കാൻ സീരിയലുകൾക്ക് സാധിക്കും. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അടുപ്പം കുട്ടികളുടെ ബാല്യത്തിൻ്റെ ഏതാണ്ട് നല്ലൊരു കാലയളവ് വരെ നീണ്ടു നിൽക്കുന്നു. വളരെ ഇംപ്രഷനബിൾ മൈൻഡുള്ള ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ടോക്സിക് കണ്ടന്റിലേക്ക് നീണ്ട കാലത്തേക്കുള്ള ഒരു എക്സ്പോഷർ അവരുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി എത്ര നിലവാരമില്ലെങ്കിലും നല്ലൊരു സ്റ്റോറി ലൈനോ സ്ക്രിപ്റ്റോ ഇല്ലെങ്കിലും സീരിയലുകൾ എങ്ങനെയാണ് ആളുകളെ പിടിച്ചിരുത്തുന്നത്? അതിനായി സീരിയൽ നിർമ്മിക്കുന്നവർ ഉപയോഗിക്കുന്ന ചില സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഓരോ TV ചാനലുകളിലും കുറഞ്ഞത് 4 സീരിയലുകൾ വീതം എങ്കിലും സംപ്രേഷണം ചെയ്യാറുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും പോപ്പുലർ ആകുന്നത് പലപ്പോഴും അതിലെ ഏറ്റവും ടോക്സിക്കായ സീരിയലായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ക്വാളിറ്റിയുള്ള സീരിയലുകൾ വന്നേക്കാം, പക്ഷേ അത് റെയർ ആയിരിക്കും. നിലവാരം എത്ര കുറയുന്നോ അത്രത്തോളം റേറ്റിംഗ് കൂടുന്ന ഒരു വിരോധാഭാസം ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്?
ഇതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. നല്ലൊരു കഥയോ സ്ക്രിപ്റ്റോ വെച്ച് ആളുകളെ രസിപ്പിക്കാൻ കഴിയും. പക്ഷേ നെഗറ്റീവായ രീതിയിൽ ഒരാളെ അഡിക്റ്റ് ആക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരു തരത്തിലും നിലവാരമില്ലാത്ത ഒരു സീരിയലിന് ഒരാളെ അഡിക്റ്റ് ആക്കാൻ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി സാധിക്കും. അതായത് തുടക്കത്തിൽ തന്നെ ഇൻറ്റൻസായ അബ്യൂസ് കുത്തി നിറച്ച് ആളുകളിലേക്ക് ഒരു ട്രിഗർ ഇട്ട് കൊടുക്കുക. ഉദാഹരണത്തിന്, വളരെ പോപ്പുലറായ നല്ലൊരു നാടകം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. എന്നാൽ പെട്ടെന്ന് അടുത്തുള്ള തെരുവിൽ ആളുകൾ വഴക്കിട്ട് അസഭ്യം പറയാൻ തുടങ്ങുന്നു. നാടകം കാണുന്നത് നിർത്തി എന്താണ് കാര്യമെന്നറിയാൻ ആളുകൾ വഴക്ക് കാണാൻ പോകുന്ന അതേ സൈക്കോളജി. ഇത്തരം ക്യൂരിയോസിറ്റി ആളുകളിൽ ഉണ്ടാക്കാൻ നിർമ്മാതാക്കൾക്ക് എക്സ്ട്രീം നെഗറ്റിവിറ്റി അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കും. ഇത്തരത്തിൽ നെഗറ്റിവിറ്റി ഒരവസാനമില്ലാതെ തുടരുമ്പോൾ ആളുകൾ പതിയെ സീരിയൽ കാണുന്നത് അവസാനിപ്പിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ പ്രേക്ഷകരെ തിരികെ സീരിയലിലേക്ക് കൊണ്ടുവരാനായി നായിക കഥാപാത്രങ്ങൾക്ക് ചെറിയ ചില വിജയങ്ങൾ നൽകി നിർമ്മാതാക്കൾ ഒരു ബെയ്റ്റ് തയ്യാറാക്കുന്നു. പ്രേക്ഷകർ വീണ്ടും അതിൽ കൊത്തുന്നു. ഒടുവിൽ പ്രേക്ഷകരെ ഇമോഷണലി പിഴിഞ്ഞെടുത്ത് വറ്റുമ്പോൾ സീരിയൽ അവസാനിപ്പിക്കുന്നു. ഒരു സീരിയലിൻ്റെ കാലയളവിനുള്ളിൽ അത് കാണുന്ന ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഇമോഷണൽ റോളർ കോസ്റ്റർ അയാളിൽ സൃഷ്ടിക്കുന്ന ഡാമേജ് ഏത് സിനിമയുമായി താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇത് ആളുകളിൽ വലിയ രീതിയിൽ ആൻസൈറ്റി, ഇൻസോംനിയ, ആങ്കർ ഇഷ്യൂസ് പോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം ആളുകൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ മാത്രമേ ആസ്വദിക്കൂ എന്നല്ല. സീരിയലുകളിൽ നിലവാരമുള്ളവയുണ്ട്. ഏതൊരു ടോക്സിക് സീരിയലിനേക്കാളും റേറ്റിംഗ് ഉണ്ടായിരുന്ന മികച്ച സീരിയലുകൾ മലയാളത്തിലുണ്ടായിരുന്നു. പക്ഷേ അത്തരം സീരിയലുകൾ നിർമ്മിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ടോക്സിസിറ്റി കുത്തിനിറച്ച് ആളുകളെ ഇമോഷണലി പിഴിഞ്ഞ് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ റേറ്റിംഗും പണവും ഉണ്ടാക്കാം. ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രേക്ഷകർക്കു മാത്രമാണ്. ഇത്തരം ടോക്സിക് സീരിയലുകൾ കാണാനുള്ള അമിതമായ ക്യൂരിയോസിറ്റി അവർ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന ട്രാപ്പാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുകയും ഒഴിവാക്കുകയും പകരം കലാമൂല്യമുള്ള സീരിയലുകളെ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ മികച്ചത് നിർമ്മിക്കാൻ അവർ നിർബന്ധിതരാകും. സീരിയലുകൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ളവയാണ്. സിനിമകളേക്കാൾ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സീരിയലുകൾ മലയാളത്തിലുണ്ടായിരുന്നു. നമ്മുടെ മഹാരഥന്മാരായ അഭിനേതാക്കൾ പോലും അഭിനയിച്ച് അനശ്വരമാക്കിയിരുന്ന കലാമൂല്യമുള്ള സീരിയലുകളുടെ കാലം അത്തരത്തിൽ മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. സീരിയലുകളുടെ നിലവാരത്തകർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.